അതിൽ ഏറ്റവും ചെറിയ വകുപ്പ് പോലും ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ്. പലിശയുടെ ഏറ്റവും ചെറിയ വകുപ്പ്, ഏറ്റവും ചെറിയ വകുപ്പ്, ഏറ്റവും ചെറിയ വകുപ്പ്, പലിശയുടെ ഏറ്റവും ചെറിയ. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان. പിശാച് ബാധ ഏറ്റവനെ പോലെയല്ലാതെ ഖബറിൽ നിന്ന് അവർ എണീക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അപകടകരമായ ഒരു സംഗതിയാണ്, അപകടകരമായ സംഗതിയാണ് സത്യത്തിൽ ഈ പലിശ എന്ന് പറയുന്നത്. എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആവശ്യമില്ലാതെ എങ്ങനെ വാങ്ങിക്കൂട്ടും. ചില ആളുകൾ വയസ്സായാലും അവർക്കത് ചിന്ത ഉണ്ടാവില്ല. വയസ്സാന്ന് മാത്രമല്ല, എപ്പോഴും വരാലും. ഇതാ ജന്നലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്നിട്ട് ഹബീബായ നബി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനേക്കാൾ വലിയ രസം, ഫജഅല റസൂലുള്ളാഹി ഇദാ ലഖിയ അബൂ ഖതാദ മിനൽ ഗദി. പിറ്റേന്ന് അബൂ ഖതാദയെ കണ്ടപ്പോൾ മാ സനഅത ദിനാറാനി മാ സനഅത ദിനാറൈൻ, ആ ദിനാർ നീ എന്തേ ചെയ്തതെന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അയാൾ ഏറ്റിട്ടാണ് പോയാൽ പോരാ. നമ്മളെ നമസ്കാരം പൂർണ്ണമായും മയ്യത്തിന് ലഭിക്കണമെങ്കിൽ ഇത് പൂർണ്ണമായും അയാൾ വീട്ടിയ കോലത്തിൽ തന്നെയാക്കണം. അയാൾ ഏറ്റങ്ങോട്ട് വിട്ടാൽ പോരാ, ചിന്തിക്കണം. ഇന്ന് നമ്മൾ ഏറ്റുവിടുന്ന ഒരു ശൈലിയാ. ഏറ്റുവിട്ടാൽ പോരാ. ഇത്തരം കാര്യങ്ങൾ പള്ളിയിലെ ഇമാമ മുഖാന്തരം ഏൽക്കുകയോ, ഇമാമിങ്ങൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല നിലക്ക് നാട്ടിലൊരു ഖൈർ നടപ്പിലാക്കുകയും ആ പരിസരത്തുള്ള മയ്യത്തുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് കഴിയും. വളരെ ഗൗരവമായി അത് ചിന്തിക്കണം. ഇമാമുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായി കുടുംബത്തോടൊന്ന് അന്വേഷിക്കാൻ, നിങ്ങൾ ഇവിടുന്ന് ഏറ്റുപോയിരുന്നല്ലോ, കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തോ എന്ന്. പുണ്യനബി പിറ്റേന്ന് കണ്ടപ്പോൾ ചോദിച്ചു, എന്തേ ദീനാർ ചെയ്തത്? നബി ആര്? ഞാൻ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അൽ ആന ബറദ ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ തോലിനൊരു സമാധാനം വന്നത് എന്ന് പുണ്യനബി പറഞ്ഞു. പൂട്ടി വീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അയാളുടെ തൊലിയിലേക്കുള്ള ചൂട് അടങ്ങിയത്. ഖാല റസൂലുള്ളാഹി, ഈ കടം ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചൂട് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് നീ അത് വീട്ടിയല്ലോ, ഇപ്പോഴാണ് അയാളുടെ തൊലിയുടെ ചൂട് അടങ്ങിയത്. ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും കാണാം ഒരുപാട് സ്ഥലത്ത്. ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ പറയാം. ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ബൈഹഖിയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിലും ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ സഅദ് ബിൻ അൽ അത്വലി അന്ന അഖാഹു മാത വ തറക 300 ദിർഹമിൻ. ഒരാൾ മരിച്ചു, അയാൾക്ക് 300 ദിർഹം ബാക്കിയാക്കി ആയിരുന്നു. വതറക അയാലൻ, കുറേ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജേട്ടൻ പറയാ, കുട്ടികൾക്കൊന്നുമില്ല, 300 ദിർഹം ബാക്കിയുണ്ട്, കുറച്ച് നാട്ടിൽ കൊടുക്കാനൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾക്കൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇത് കുട്ടികൾക്ക് ചെലവാക്കാൻ വേണ്ടി ഞാൻ പാത്തു വെച്ചു. ജേട്ടൻ മരിച്ചുപോയി, ജേട്ടന്റെ ധനം എടുത്ത് മക്കൾക്ക് ചെലവാക്കാൻ തീരുമാനിച്ചു. ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന അഖാക മഹ്ബൂസും ബിദൈനിഹി. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിന്റെ സഹോദരൻ ആ കടം കൊണ്ട് ഹബസിലാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അത് നീ വീട്ടി വാ, വീട്ടാതെ അയാൾ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞു. ഫറഹബ്തു, അങ്ങനെ ഞാൻ പോവുകയും വീട്ടുകയും ചെയ്തു. ഈ അനുജൻ പറയാ, എന്നിട്ട് ഞാൻ നബിയുടെ മടങ്ങി വന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ഖളൈതു അന്നു, ഞാൻ എല്ലാം വീട്ടിയിട്ടുണ്ട് നബിയെ. ഇല്ല ദീനാറൈനി, 2 ദിനാർ വീട്ടിയിട്ടില്ല. ഇദ്ദഅത് ഹംറാത്തുൻ, ഒരു പെണ്ണ് എനിക്ക് 2 ദിനാർ തരാനുണ്ട് എന്ന് ഒരു പെണ്ണ് വാദിച്ചു. പക്ഷേ വലൈസ ലഹാ ബൈന, ആ പെണ്ണിന്റെ കയ്യിൽ യാഥാസ്ഥ രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ദിനാർ മാത്രം ഞാൻ കൊടുത്തിട്ടില്ല, വേറെ ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, ആയത്ത് അതും കൊടുത്തേക്ക്, അതും കൊടുത്തേക്ക്. ചിലപ്പോൾ ചില ഇടപാടുകൾ ഉണ്ടാവും, ആ ഇടപാടുകൾക്ക് രേഖയൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പെട്ടെന്ന് മരിച്ചു പോകും ആളുകൾ, രേഖയൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഏകദേശം ദീനാർ നല്ല 50,000-നും ലക്ഷത്തിനൊന്നും മിക്കവാറും ചിലപ്പോൾ രേഖയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നെ കൈപ്പൈസ പോലെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു കാലമാണല്ലോ. ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. ലക്ഷപ്രഭു എന്നാണ് പഴയ കാലത്ത് പറയുക. 1 ലക്ഷമുള്ളവൻ പറയും, 1 ലക്ഷമുള്ളവൻ പ്രഭുവും 1 കോടിയുള്ളവൻ ഈശ്വരനും, അങ്ങനെയാ പറയാ. ഇന്ന് ലക്ഷമുള്ളോ മിസ്കീന. ഇന്ന് ഭാഷ തന്നെ മാറ്റം. കാരണം സാമ്പത്തിക പൊസിഷനൊക്കെ പൂർണ്ണമായി മാറിപ്പോയല്ലോ.
അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ 50,000 75,000 ഒക്കെ ചിലപ്പോഴും 50,000 10,000 പലപ്പോഴും ഇത്തരം സംഖ്യകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൈപ്പൈസയായി ഉപയോഗിക്കുന്ന ഇടപാടുകാരൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. ഒരു പെണ്ണിനെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിൽ രേഖ ഉണ്ട്, അതൊക്കെ കൊടുത്തു. ഒരു 2 ദിനാർ കൊടുത്തില്ല, അതൊരു പെണ്ണാണ് അവകാശപ്പെട്ടത്, എനിക്ക് 2 ദിനാർ തൈതാനുണ്ട് എന്ന് ഒരു പെണ്ണ് വാദിച്ചു. പക്ഷെ വലൈസലഹ ബയ്യിന, അവളെ കയ്യിൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കാല ആതീമ, അതും അങ്ങോട്ട് കൊടുത്തേക്ക്, അതിൻ്റെ പേരിൽ അയാളെ കെട്ടിയിടരുത്, ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഹക്കായ സംഗതിയായിരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. ഒരു ഹരീതും കൂടി പറയാം, അബൂദാവൂദ് നസായി ഒക്കെ രേഖപ്പെടുത്തിയ ഒന്നും കൂടി പറയാം. അതിന്റെ ഗൗരവമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തിനാ പറയുന്നതെന്നറിയോ? ഇത് മയ്യത്ത് നിസ്കരിക്കുന്ന ആൾ വെച്ച് ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതങ്ങോട്ട് കൊടുത്ത് വീട്ടാരെ മയ്യത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിക്കണം. നേരത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തില്, അവനവന് രോഗമാകുമ്പോൾ തന്നെ കടങ്ങളൊക്കെ പരമാവധി അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം. മക്കൾ കൊടുക്കുമെന്നുള്ള ചിന്തയൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായി അവൻ തന്നെ ഒന്നും ഫാരിഗാകുക. ഇതിനൊക്കെ സമയം കിട്ടിയാൽ അള്ളാഹു തആല ഒരു ഹക്കില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്ക് മുഅ്മിനായി മടങ്ങിപ്പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജനാസയുടെ മേൽ നിസ്കരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു ഇവിടെ ഇയാളുടെ ആരെങ്കിലും ഉണ്ടോ? ജനങ്ങൾ മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബേക്കിൽ നിന്നൊരാൾ ഇങ്ങനെ തുലി വടിച്ചു പിടിച്ചുകൊണ്ട് ഒരാൾ കയറി വന്നു. അയാളോട് ഹബീബായ നബി പറഞ്ഞു, ഇന്ന ഫുലാനൻ മഅ്സൂറുൻ ബിദൈനിഹി അനിൽ ജന്നാ, ഒരാൾക്ക് സ്വർഗം തൻ്റെ ഈ കടം കാരണമായി സ്വർഗം തടയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കാര്യം ചെയ്യാം. ഒന്നിരിക്കൽ ആ കടം വീട്ടി അയാളെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ അയാളെ നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فلو رأيت أهله ويتهرون أمره قاموا فقالوا عنه حتى ما أحد يطلبه بشيء. ഒരാൾ ഒന്നും അയാളിൽ നിന്ന് ആവശ്യമില്ലാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ അയാൾ പൂർണ്ണമായി അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ, അദാബിനെ തൊട്ട് രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഖാല റസൂലുള്ളാഹി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കുകയുണ്ടായി. ഈ കടങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടത്, മയ്യത്തിന്റെ മേൽ ഇങ്ങനെ കടന്ന ഇത് മാത്രമല്ല ചെയ്യേണ്ടത്, മയ്യത്തിന്റെ മേൽ ബാക്കിയായിട്ടുള്ള ഹജ്ജ് അത് ചെയ്യാൻ ബാധ്യതയാണ്. മയ്യത്തിന്റെ മേൽ ബാധ്യതയായ ഹജ്ജ് അത് വീട്ടേണ്ടതാണ്. പുണ്യ നബിയോട് ആൾ വന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ സഹോദരിക്ക് ഹജ്ജ് ബാധ്യതയുണ്ടായിരുന്നു, പക്ഷെ ഹജ്ജ് വീട്ടാതെ സഹോദരി മരിച്ചുപോയി, ഞാൻ വീട്ടേണ്ടതുണ്ടോ? അപ്പോൾ പറഞ്ഞു കടമുണ്ടെങ്കിൽ നീയല്ലേ വീട്ട എന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെ. എന്നാൽ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അള്ളാന്റെ കടം ആദ്യം വീട്ടേ, അതാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടതെന്ന് ഖാല റസൂലുള്ളാഹി. വലിയ വലിയ മുലാളിമാരായിരിക്കും, പക്ഷേ അവർക്ക് ഇന്ന് മുലാളി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു ഹജ്ജിന് പോകേണ്ട ബാധ്യത ഇല്ലാത്ത ആളൊക്കെ ഇന്ന് സമൂഹത്തിൽ വളരെ കുറവാണ്. എല്ലാവർക്കും ഏകദേശം ആ ബാധ്യത ഉണ്ടെന്ന്. ഏകദേശം ഇന്ന് ബാധ്യത ഇല്ലാത്ത ആളുകൾ കുറവാ. ആ ബാധ്യത ബാക്കി വെച്ചുകൊണ്ട് ചില ആളുകൾ മരിച്ചു പോകും. അവർക്കാകട്ടെ അള്ളാഹുവിന്റെ കോടതിയിൽ അയാളുടെ ധനം ഇവിടെ ബാക്കിയുണ്ട് താനും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വീട്ടേണ്ടതാണ്, നോമ്പ് വീട്ടേണ്ടതാണ്. ശ്രദ്ധിക്കണം, അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഒരു പെണ്ണ് സമുദ്രയാത്ര ചെയ്യുകയായിരുന്നു. സമുദ്രം കപ്പൽ കാറ്റിലും കോളിലും പെട്ടപ്പോൾ പെണ്ണ് നേർച്ചയാക്കി രക്ഷപ്പെട്ട് കരയിലെത്തിയാൽ 1 മാസം നോമ്പ് നോൽക്കാം. എന്നാൽ രക്ഷപ്പെട്ട് വന്നു. ഫലം തസും ഹത്താ മാത്തത്തെ, കടന്നും വീട്ടില്ല. ഹത്താ മാത്തത്തെ പെണ്ണും മരിച്ചു. അപ്പോൾ ആ കുടുംബത്തിൽ ഒരു പെണ്ണ് പുണ്യനബിയുടെ അരികിൽ വന്നു. ഫഖാല റസൂലുള്ളാഹി, പുണ്യനബിയോട് ചോദിച്ചു. നബിയോട് ഈ സംഭവ കാലത്തിൽ റസൂലുള്ളാഹി പുണ്യനബിയോട് പറഞ്ഞു. ഹബീബായ നബിയോട് പറഞ്ഞപ്പോൾ പുണ്യനബി ലൗകാന അലൈഹാ ദൈനുൻ,
അകുന്ത തഖ്ലീനഹു, ആ പെണ്ണിന് കടമുണ്ടെങ്കിൽ നീയല്ലേ വീട്ടുകാന്ന് ചോദിച്ചു. കാലത്തിന് അത് ഞാൻ വീട്ടുമെന്ന് പറഞ്ഞു. ഫഖാല, ഒരു മാസം നേർച്ചയുടെ കടം വീട്ടാനുണ്ട്, നേർച്ചയായി